രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഉഭയസമ്മത പ്രകാരമാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് കേസിൽ നിന്ന് ഊരിപ്പോകാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കൂ? അങ്ങനെ ഒരു ചിന്താഗതി രാഹുലിൻ്റെ പക്ഷത്തിനുമുണ്ട്. ഇപ്പോൾ അത് വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉഭയസമ്മത പ്രകാരം തന്നെയാണ് ബന്ധം നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഗർഭചിത്രത്തിന് നമ്മൾ എന്താ പറയുക പുഷ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്ന് പറയുന്നിടത്താണ് രാഹുലിന് കുരുക്ക് വീഴാൻ പോകുന്നത്. അപ്പോൾ അത് സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അവകാശ ലംഘനമായിട്ട് അത് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെ ആ യുവതി പറയുന്നുണ്ട്, ഞാൻ DNA ടെസ്റ്റ് നടത്താനൊക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊക്കെ പറഞ്ഞ് ഉഭയസമ്മത പ്രകാരമാണ് ഈ ബന്ധം ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് പറഞ്ഞുകൂടെ, ശരി DNA ടെസ്റ്റിന് ഞാൻ തയ്യാറാണ്, എന്താണ് പ്രശ്നം, ഞാൻ ചെയ്യാം എന്ന് പറയാനുള്ള ഒരു ആർജവം മാങ്കൂട്ടത്തിനില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അതിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ അതീവ രഹസ്യമായിട്ട് ഇവർ ഈ പറയുന്നത് പോലെ സ്ത്രീക്ക് ഭർത്താവ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു ബന്ധത്തിൽ ഉഭയസമ്മത പ്രകാരം ഏർപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബന്ധം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു വേണം. അങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ സ്ത്രീ പ്രഗ്നൻ്റ് ആയ ശേഷം ഇദ്ദേഹം പറയുകയാണ്, ഇത് കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല, ഇതിൻ്റെ അവകാശം വാദം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് മുൻകൂട്ടി കണ്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ ബന്ധം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഇവിടെ നമുക്കൊരു കുഞ്ഞു വേണമെന്നുള്ള കാര്യം. അപ്പോൾ വിശ്വാസ്യത എന്ന് പറയുന്നത് ആ സ്ത്രീയിൽ ഉണ്ടാക്കിയെടുക്കാനാണ്. ആ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്ന അവനവൻ്റെ കാര്യം കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന മട്ടിൽ ആ സ്ത്രീയെ ഒഴിവാക്കി വിടാനുള്ള താല്പര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും പറയും, ഈ കുഞ്ഞ് എൻ്റേതൊന്നും അല്ല. ഇപ്പോൾ ഒരു സ്ത്രീക്ക് ആ സ്ത്രീ വളരെ വിശ്വാസത്തിലും പ്രണയത്തിലും ആയിരിക്കുമ്പോഴാണ്, ആ സ്ത്രീ എന്നല്ല പുരുഷനായാലും ഇരുവരും ആ ഒരു ബന്ധത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഒരു ഏറ്റവും മൂർത്തമായിട്ടുള്ള ഒരു ഭാവത്തിലേക്കായിരിക്കാം. ആ ഒരു ഭാവം ഉണ്ടാക്കിയെടുക്കാൻ, ആ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാനാണല്ലോ ഈ കണ്ട കാലം മുഴുവനും ഈ സ്ത്രീയോട് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉടനീളം പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ടും പ്രണയബന്ധത്തിനേക്കാൾ കൂടുതൽ സാമ്പത്തിക ലാഭത്തിന് ഈ സ്ത്രീ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു നൽകാനുള്ള ഒരു രീതിയിലേക്ക് മനുഷ്യന്റെ മനസ്സ് പോകും. അത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ സ്നേഹവും പരിഗണനയും കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ അയാളുടെ ഒപ്പം തനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൂടി നിർബന്ധിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് വേണമെന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ത്രീയോട് ഈ യുവതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്ക്, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ തന്നെ റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. വലിയ ബിസിനസ്സുകളും കാര്യങ്ങളുമുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് പണം, അതായത് ബിസിനസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും, എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്നുകൊണ്ട് എനിക്ക് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ഉണ്ട്, അതിൻ്റെ ലാഭം എനിക്ക് കിട്ടുന്നുണ്ട്, എനിക്കിത് വേണ്ടിയിട്ട് വേണ്ട, ഇത് കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാനായിട്ട്, അപ്പോൾ എനിക്കുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഇത് പോയാലും ഞാൻ ജീവിക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് പറയുന്നത്. അങ്ങനെ വലിയ അവകാശവാദങ്ങൾ പറയുന്ന ഏറ്റവും അഹങ്കാരം കൂടിയ ഇനമായിട്ടുള്ള ഒരാൾ രൂപമായിട്ട് മാത്രമാണ് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത തന്നെ നോക്കൂ. അവരെയും, അതായത് ഈ യുവതി പരാതി പറയുമ്പോൾ, എനിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ നീ താങ്ങില്ല എന്ന് ആ സ്ത്രീയോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, നിന്നെയും കുടുംബത്തെയോ ഒന്നടങ്കം ഇല്ലാതെയാക്കാൻ എനിക്ക് കഴിയുമെന്ന് പറയുകയാണ്. അയാൾക്കാവുന്നത്രേ ഉപയോഗിച്ചതിന് ശേഷമാണ് ആ സ്ത്രീയോട് നിഷ്കരുണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു യുവതിയുടെ കാര്യം മാത്രമല്ലല്ലോ, എത്രയോ യുവതികളാണ് ഇത്തരത്തിൽ എന്താ പറയുക പറ്റിക്കപ്പെട്ടു പോയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പരാതി കൊടുത്ത ഒരു യുവതി ഒരു പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇല്ലാതെ പോയ മാലാഖ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു അബോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളതിനെ പറയുമല്ലോ, ഒരു കുഞ്ഞ് ഇല്ലാതെ ആക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു മനുഷ്യ മനസാക്ഷിക്കൊക്കെ നിരക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് എന്താ പറയുക, തൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണെങ്കിലും അവർ അങ്ങനെ ഉണ്ട് എന്ന് പറയും. നമ്മളെപ്പോഴും ആ സ്ത്രീയെയാണ് കുറ്റപ്പെടുത്തുക. അവൾ എന്തിനാ വഴിക്ക് പോയി, അവൾ എന്തിനാ അത് ചെയ്തു
എന്നാണ് ചോദിക്കുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ആരും പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളതും. രാഹുൽ എന്താണ് കരുതുന്നത്? തനിക്ക് പദവിയുണ്ട്, പണമുണ്ട്, പ്രശസ്തിയുണ്ട്. അപ്പോൾ ഈ സ്ത്രീയെ മാത്രം എല്ലാവരും പഴിക്കും. അതായത് സ്വാഭാവികമായും രാഹുൽ കരുതുന്നത് തൻ്റെ പണവും പ്രശസ്തിയും തൻ്റെ സൗന്ദര്യവും കണ്ടിട്ട് സ്ത്രീകൾ വരുന്നതാണ്. ആസ് യൂഷ്വൽ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിലുടനീളം നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്, നമ്മൾ പറയില്ലേ, ചെളിവെള്ളം കണ്ടാൽ ആണുങ്ങളാവുമ്പോൾ ചെളിവെള്ളത്തിൽ ചവിട്ടും, അത് കഴുകിക്കളയും എന്ന് പറയുന്നത് പോലെ എന്നും സ്ത്രീയെ മാത്രം പഴിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അത് എനിക്ക് തുണയാകും. എനിക്ക് മുന്നേ ഉള്ളവരുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. ഏത് പാർട്ടിയും ആയിക്കോട്ടെ കേട്ടോ, ഒരു പാർട്ടിയെ മാത്രം ഞാൻ പറയുന്നില്ല, ഏത് പാർട്ടിയിലും ഇത്തരത്തിലുള്ള ലൈംഗിക പരമായിട്ടുള്ള കേസുകളുമായിട്ട് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതിലും നമ്മൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ പഴിക്കുന്നത് എന്നും സ്ത്രീകളെ മാത്രമാണ്, അവൾ ആ വഴിക്ക് പോയത് കൊണ്ട് എന്ന് മാത്രം പറയുകയാണ്. പക്ഷേ ആ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്കൊപ്പം ഒരിക്കലും ഒരു സ്ത്രീ പോവില്ല. അതല്ലെങ്കിൽ ആ സ്ത്രീ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതൊരു ഉപജീവന മാർഗമാക്കി മാറ്റിയിട്ടുള്ള സ്ത്രീ ആയിരിക്കണം. അതല്ലാതെ പ്രണയത്തിലല്ലാതെ ഒരിക്കലും ഒരു സ്ത്രീ പോയിട്ട് ഒരാളുടെ കൂടെ എന്താ പറയുക, അവർ അത്തരത്തിലൊരു ബന്ധത്തിലേക്ക് പോകുമെന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല. അപ്പോൾ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഭീഷണിയുമായിട്ടൊക്കെ വരുന്നത്. അതായത് ഒന്നടങ്കം ഇല്ലാതെ ആകും എന്നുള്ള ഭീഷണി. ഈ ഭീഷണിപ്പെടുത്തിയതും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ഇപ്പോൾ കുരിശായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ ഈ ജാമ്യാപേക്ഷ കൊടുക്കുകയാണല്ലോ. ഈ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് ഒരു പ്രഹസനം മാത്രമാക്കി മാറ്റാനാണ് ഉള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. പക്ഷേ സീനിയർ അഭിഭാഷകനായിട്ടുള്ള ശാസ്തമംഗലം അജിത് കുമാർ ഇന്ന് ഹാജരാകുന്നില്ല ഈ കേസിൽ. പകരം ജൂനിയറെ വിടുകയാണ്. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ ഹാജരായാലും ജാമ്യം കിട്ടില്ല എന്നുള്ളത് ഈ അഭിഭാഷകർക്കും മനസ്സിലായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനും ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ 14 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം, ചോദ്യം ചെയ്യലിന് ശേഷം പുതിയ രീതിയിലുള്ള കളികളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ സമയത്തും പരാതി വന്ന സമയത്തും എന്താണ് ആദ്യഘട്ടത്തിലൊക്കെ സതീശൻ രാഹുലിനെതിരെ കടുത്ത നിലപാടുകളൊക്കെ എടുക്കുമ്പോഴും അത് ആ സമയത്ത് ഓക്കെ ആയിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പോയിട്ട് ഉദ്ഘാടനം നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് പല നേതാക്കളും ലഡ്ഡു വായിൽ വെച്ച് കൊടുക്കുന്നു, അവരെ എതിരേറ്റുകൊണ്ട് പോകുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പല സ്ത്രീകളും നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞാൻ പുരുഷന്മാരെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടെ വേറെ കാറ്റഗറിയാണ്. ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉണ്ടായത്. ഒരു സ്ത്രീ മാത്രമല്ല രാഹുലിൻ്റെ വലയിൽ പെട്ടുപോയിട്ടുള്ളത്. ഇതെല്ലാം അറിഞ്ഞിട്ടും രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് സ്ത്രീകളെ ഏർപ്പെടുത്തുന്നുണ്ട്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നുണ്ട്. മാത്രമല്ല പൊതു ഇടങ്ങളിൽ പോകുമ്പോൾ രാഹുലിനെതിരെ എന്ന ഇത്തരത്തിലുള്ള ആരോപണ വിധേയനായിട്ടുള്ള ഒരു ആളാണ് ഇയാൾക്കെതിരെ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്, അതും ഒരു സ്ത്രീക്കെതിരെയാണ് എന്ന് പോലും നോക്കാതെ അവിടെ സ്ത്രീകൾ തന്നെ ഇയാൾക്ക് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് പോലും കാണുന്നുണ്ട്. സത്യത്തിൽ എന്നെ ഞെട്ടിച്ചത് അതാണ്. പുരുഷന്മാരെ എന്നും ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകളെ തന്നെ കുറ്റം പറയും. പക്ഷെ അതേ രീതിയിൽ തന്നെ അവരുടെ കുടുംബത്തിലാണ് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് പിന്തുണയ്ക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. പ്രണയബന്ധത്തിലായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ, ആ സ്ത്രീ ഒരുപക്ഷെ വിവാഹിതയായിട്ടുണ്ടാവും. തനിച്ച് നിൽക്കുന്നതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ബന്ധത്തിലേക്ക് പോലും വീണു പോയിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഈ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ ഇത്രയും വലിയ രീതിയിലേക്ക്, അത് ഒരു സ്ത്രീയെ മാത്രമല്ല, അതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, പല സ്ത്രീകളിലും ഇത്തരത്തിൽ തന്നെയാണ്. ഇപ്പോൾ പുറത്ത് വന്ന പരാതി കൊടുത്തിട്ടുള്ള സ്ത്രീകളോ 1 2 ആയിരിക്കാം. പരാതി കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള എത്രയോ സ്ത്രീകളുണ്ടാവും. ഈ സ്ത്രീയോട് പോലും, ഈ യുവതിയോട് പോലും പറഞ്ഞത് നിന്നെയും നിന്റെ കുടുംബത്തെയും ഇല്ലാതെയാക്കുമെന്നാണ്. ആ സ്ത്രീക്ക് ഒരുപക്ഷെ പിന്തുണ കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ത്രീകളുണ്ടാവും ഈ ചതിയിൽപ്പെട്ടു പോയത്. ആ ചതിയിൽപ്പെട്ടുപോയ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയല്ലേ എല്ലാവരും സംസാരിക്കേണ്ടത്. അതായത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണോ സ്വഭാവ ഗുണങ്ങൾ?
ഈ സ്വഭാവ ഗുണത്തിൽ പെടുന്ന പൊതുപ്രവർത്തകരെ ഇനി നമുക്ക് വേണ്ട എന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത് കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, CPM-ന്റെ ആയിട്ടോ, ഏതൊരു പാർട്ടിയുടെയും ആയിക്കോട്ടെ. ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകരെ നമുക്ക് ആവശ്യമില്ല. ഇത്തരത്തിൽ പൊതുപ്രവർത്തകരുടെ പുറകെ ആരും പോകേണ്ടതിൻ്റെയും ആവശ്യമില്ല എന്നുകൂടി പറയണം. സംഭവിച്ചത് സംഭവിച്ചു. സംഭവിച്ചെടുത്ത് നിന്ന് ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ആളുകൾ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള സമയം കൂടിയുണ്ട് നമുക്ക്. പക്ഷെ എന്നിട്ടും രാഹുൽ പറയുന്നുണ്ട്, ഞാൻ ഇനിയും മത്സരിച്ചാൽ ജനം എന്നെ വീണ്ടും തിരഞ്ഞെടുക്കും. അത് അയാളുടെ അഹന്തയുടെ കൂടി പറച്ചിലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു ദിവസം ജാമ്യം കിട്ടുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ DNA ടെസ്റ്റിന് പറ്റില്ല, പരിശോധനയുടെ കാര്യം മാറ്റി ഒളിച്ചോടി എന്നിരുന്നാൽ പോലും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്ന് പറയുന്നതിൽ ഒരു കുരുക്കാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നടങ്കം ഇല്ലാതെയാക്കുമെന്ന് ആ യുവതിക്ക് നേരെ, ആ യുവതിയുടെ കുടുംബത്തിന് നേരെയും ഭീഷണി മുഴക്കിയത് രണ്ടാമത്തെ കുരുക്കായിട്ട് വരും. അങ്ങനെ കുരുക്കുകൾ ഈ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് അനവധിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ എളുപ്പത്തിലൊന്നും ഊരിപ്പോരാനുള്ള ഒരു സാധ്യത എന്തായാലും നമ്മൾ കാണുന്നില്ല.